ബാലാമണി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തതിനേക്കാളും നന്നായിട്ട് ചെയ്തുന്ന എനിക്ക് തോന്നുന്നത്. അടിപൊളി അടിപൊളി. ഇനി ശ്വേതജി. ജലകുട്ടി, യെസ്, ആരാണ് ഈ സീൻ സെലക്ട് ചെയ്തത്? മമ്മയാണ്. മമ്മി. നിത്യക്ക് തോന്നുന്നില്ലേ ഇത് കുറച്ചും കൂടി ഒരു മെച്ചോർഡ് കുട്ടിത്വം ഉണ്ട് എപ്പോഴും ജ്വാലയ്ക്ക്? ഭയങ്കര ഹെവി സീനാണ് അവൾക്ക് കൊടുത്തത്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ അവൾക്ക് അവളുടെ ഉള്ളിൽ നിന്ന് യു അണ്ടർസ്റ്റാൻഡ് ആ ഒരു ഫീലിംഗ് വരണമെങ്കിൽ അത് മനസ്സിലാക്കണം. ആ ഒരു കുട്ടിത്വം ഉണ്ട് എപ്പോഴും. കുട്ടിത്വം ഉണ്ടല്ല, കുട്ടി തന്നെയാണ്. സോറി. എന്താ തോന്നുന്നത് നിത്യക്ക്? എനിക്ക് ആക്ച്വലി ഫസ്റ്റ് അവൾക്ക് ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ അവൾക്ക് കുറച്ച് ഇമോഷൻസ് കാണിക്കാൻ അവൾ പൊതുവേ കുറച്ച് ഇമോഷൻസ് ഒക്കെ കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നി ഇമോഷൻ കുറച്ചൊന്നും വന്നില്ല. എനിക്ക് മേ ബി എനിക്ക് ഓക്കെ തോന്നി, എന്തോ അറിയില്ലേ. അതാണ് കേൾക്കണ്ടേ. അതായത് ഇപ്പം ഓപ്പോസിറ്റ് ഉള്ള ആളുണ്ടല്ലോ, ഇപ്പൊ പൃഥ്വിരാജിന്റെ ആ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സിന് ഒരു ഫീല് ജ്വാലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ജ്വാലയുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓക്കെ ആ ഡയലോഗ്സ് പറയുന്നുണ്ട്, കരയുന്ന സമയത്ത് കരയുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ആള് ഞാൻ കല്യാണം കഴിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ നിധിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ മേ ബി അത് കുട്ടിക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല. അവളുടെ ഫുൾ കോൺസെൻട്രേഷൻ അവളുടെ ഡയലോഗ്സിലായി. നമ്മൾ ഇങ്ങനെ പറയല്ല കേട്ടോ, ചൈൽഡ് ആർട്ടിസ്റ്റ്മാരും നല്ല നല്ല ചൈൽഡ് ആർട്ടിസ്റ്റ്മാരുണ്ട്. ജ്വാലക്കുട്ടിക്ക് ഇപ്പോൾ ലൈക്ക് നമ്മളല്ലേ ഈ ഇപ്പോഴാണ് തുടങ്ങണത്. അപ്പം ആ ഒരു ഇത്രയേ ഉള്ളൂ. ബാക്കി അവൾക്ക് അതിൻ്റേതായ ആ ഒരു എടുത്ത് രാജുവിനെ നോക്കലും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നി എവിടേക്കോ മോള് ഇങ്ങനെയൊക്കെ മറ്റേ ടിയേഴ്സ് വൈപ്പ് ചെയ്തപ്പോൾ കണ്ണീരുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഓബ്വിയസ് ആണ്. മനസ്സിലായോ? നമ്മൾ ആക്ടിങ് ചെയ്യുമ്പോൾ ബിക്കോസ് മോള് വിതുമ്പി കരയണ ഒരു ഫീലിലാണ് സംസാരിക്കുന്നത്, പക്ഷെ ടിയേഴ്സ് ഇല്ല. അപ്പം അത് ഭയങ്കരമായിട്ട് മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ ഭയങ്കര ഹെവിയല്ല ഒരു അറ്റംപ്റ്റ് ആണ് കേട്ടോ ജ്വാലക്കുട്ടി ചെയ്തത്. നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിന് വെരി ഗുഡ്. ഓക്കെ, പക്ഷെ ഡോണ്ട് പണിഷ് യുവർ സെൽഫ് ഇങ്ങനെ. എന്തായാലും വെരി ഗുഡ് അറ്റംപ്റ്റ് ഫോർ ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് മാർക്സ് പിന്നെ പറയാം. അതിനു മുമ്പ് സ്പോർട്ട് കൊറിയോ കാണാം അല്ലേ? അപ്പോ ഇനി നിത്യയുടെ സ്പോർട്ട് കൊറിയോ സെഗ്മെന്റ് ആണ്. നിത്യ പ്ലീസ്. സ്പോർട്ട് കൊറിയോയുടെ സോങ് ഏതാണ് നമ്മളിപ്പോ ജസ്റ്റ് പ്ലേ ചെയ്യും. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് കളിക്കുക. ഓക്കെ, സോ മ്യൂസിക്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര്, മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട്, ശ്രുതി ചേരണ മലിമോണതിൽ അനുപദമഴകായി മറിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം. സോ നിത്യ, ഓൾ ദി ബെസ്റ്റ്. പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? മ്യൂസിക്. ഫ്ലോർ സൈലൻസ്. റെഡി, ആക്ഷൻ. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര്, മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട്, ശ്രുതി ചേരണ മലിമോണതിൽ അനുപദമഴകായി മറിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം.
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവും ദ്രുതതാളം 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 സൂപ്പർ 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 അമ്മയും സ്പോർട്ട് കൊറിയോയിൽ ഇങ്ങനെ എന്താ പറയാ സ്പോർട്ടായിട്ട് സ്പോർട്ടീവായിട്ട് ചെയ്ത നിത്യയുടെ നമുക്ക് ചോദിക്കാം ശ്വേതാജി. അല്ല, ഒബ്വിയസ്ലി നിത്യ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണോ? പഠിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമല്ല, വർഷങ്ങളായി. ഞാൻ സ്കൂൾ ലൈഫിലാണ് ക്ലാസിക്കൽ ചെയ്ത് എല്ലാം കഴിഞ്ഞത്. ഫോക്കോ സെമി ക്ലാസിക്കൽ എല്ലാം കളിക്കും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഞാൻ പിന്നെ അതിന് അപ്പൊ അതിന്റെ ഒരു പോരാൻ. പക്ഷെ അതല്ല, എനിക്ക് ഒരേ കാര്യമുള്ളൂ, കണ്ണ് നമ്മൾ നേരെ ക്യാമറയിലോ അല്ലാതെ നമ്മുടെ ഓഡിയൻസിനോ നോക്കാതെയാണ് പെർഫോം ചെയ്തത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്റ്റെപ്സ് ഓർക്കുകയായിരുന്നു, എന്ത് കളിക്കും നെക്സ്റ്റ്. അതാവാം ബിക്കോസ് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി നിത്യക്ക്. ദാറ്റ് അങ്ങനെ ആല്ല, ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഐ കോണ്ടാക്ട് ടു ഒരു നമ്മളൊരു ഇമാജിനറി ഫിഗർ അല്ലാതെ ക്യാമറ അല്ലാതെ ഒരു ഓഡിയൻസ് എന്താണെങ്കിലും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നോട്ട് എ ബാഡ് വൺ, യുനോ. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. മീൻസ് ഐ ലൈക്ക് ദി ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ രണ്ടാളുടെ ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടം. നിങ്ങൾ എപ്പോഴും നിങ്ങളെ എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ, ഞാനൊരു ഇത് ചെയ്യല്ലേ, നോക്കാം അല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് വെരി ഗുഡ്, പോസിറ്റീവ്. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും, അതാണ് നോക്കുന്നത്. നന്നായിട്ടുണ്ട്. അപ്പോൾ നിത്യ, ഫോർ യുവർ അറ്റംപ്റ്റ് 6.5 ആൻഡ് മോളെ യു ആർ എ 7 out of 10. ഓക്കെ, ശരി. ഓക്കെ, സോ ഔട്ട് ഓഫ് 20 13.5 ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ്, മാർക്സ് എന്ന് പറയുന്നത്. അപ്പം ജ്വാലക്കുട്ടിക്കാണ് ഒരു സ്പെഷ്യൽ കയ്യടി. കാരണം ഒരു അറ്റംപ്റ്റ്, ഈ ഒരു ഹെവി സീൻ എടുത്ത് ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ പെർഫോം ചെയ്തതിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്.